നമ്മളിത് പറയാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. It deals with nature, formation of state and tries to understand various forms and functions of government. Political science സ്റ്റേറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഹൗ സ്റ്റേറ്റ് ഈസ് ഫോംഡ്, പിന്നെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ്, ഇതെല്ലാമാണ് പഠിക്കുന്നത്. It deals with the nature and formation of state and tries to understand various forms and functions of government. Also, it deals with the difference between state and government. സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഡിഫറൻസിനെ പറ്റി പഠിക്കുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്. സം ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ഉണ്ട്, എന്നാൽ ചിലത് രാജഭരണമാണ്, മൊണാർക്കിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, അങ്ങനെ ചിലടത്ത് മിലിറ്ററി റൂളാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റിനെ പറ്റിയെല്ലാം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് സ്കോപ്പായിട്ട് പറഞ്ഞത് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. അതിലെന്തൊക്കെ പഠിക്കുന്നുണ്ട്? നേച്ചർ, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ട്രൈസ് ടു അണ്ടർസ്റ്റാൻഡ് വേരിയസ് ഫോംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ സ്കോപ്പ് ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഡെഫിനിഷനും കൂടി ആഡ് ചെയ്യാം. ഗെറ്റലിൻ്റെയോ ലാസ്കിയുടെയോ സീലിയുടെയോ ആരുടെയെങ്കിലും ഒരു ഡെഫിനിഷനും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ സ്റ്റേറ്റ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദ സ്റ്റേറ്റ്. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റഡീസ് എബൌട്ട് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽസും സ്റ്റേറ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നുണ്ട്. നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾക്ക് ഓരോ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്സ്, പൊളിറ്റിക്കൽ സയൻസിൽ ഓരോ ഗ്രൂപ്പ്സ് ഉണ്ട്. ഫാർമേഴ്സ്, സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പിന്നെന്താ ഇപ്പം ഫാർമേഴ്സ് സമരം ചെയ്യുന്നുണ്ട് ഇല്ലേ, അതൊരു ഡിമാൻഡാണ്, അവരുടെ ഡിമാൻഡാണ്. അവരെന്തിനാണ്? ഗവൺമെൻറ് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ട്രേഡ് യൂണിയൻ, താഴെ ലേബറേഴ്സ്, ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അവർക്കെല്ലാം ഡിമാൻഡുണ്ട്, ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്ന രൂപത്തിൽ പുറത്തു വരുന്നത്. ദീസ് ഡിമാൻഡ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡിസിഷൻസ്. ആ ഡിസിഷൻസ് ചിലർക്കത് പോസിറ്റീവായിരിക്കാം, ചിലർക്കത് നെഗറ്റീവായിരിക്കാം. ചിലർക്കത് നല്ലതായിട്ട് തോന്നും, ചിലർക്കത് ചീത്തയായിട്ട് തോന്നും. ഡിസിഷൻസ് പോസിറ്റീവായാൽ ആ നല്ല തീരുമാനം എന്താകും? വീണ്ടും ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളുടെ അടുത്തു നിന്നൊരു സപ്പോർട്ട് ഗവൺമെൻറ്റിനുണ്ടാകും. അതാണ് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഉദ്ദേശം. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഗവൺമെൻറ്റിന് കിട്ടുന്നത് സപ്പോർട്ടിൻ്റെ രൂപത്തിലാണ്. എന്നാൽ വീണ്ടും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഡയറക്റ്റ്ലി ചെന്ന് എന്തായിട്ട് വരും? വീണ്ടും ഡിമാൻഡായിട്ട് രൂപപ്പെടും. വീണ്ടും അത് ഗവൺമെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ ഒരു ഇൻറ്ററാക്ഷനാണ്, എ കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് വേരിയസ് ഗ്രൂപ്പ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്. അതാണ് എ കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെൻറ് ഓർ വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് ഗവൺമെൻറ്. അതാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു സ്കോപ്പ് എന്ന് പറയും. ഈ കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷനിൽ എല്ലാം വരുന്നുണ്ട്. നമ്മുടെ മോഡേൺ ഡെഫിനിഷൻസ് എല്ലാം വരും. ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ എന്നൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഡെഫിനിഷനൊക്കെ പഠിച്ചല്ലോ. അതിൽ എല്ലാം നമ്മുടെ മോഡേൺ വ്യൂ പോയിൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റിൽ വരും. അപ്പം എന്തൊക്കെയാണ്? വേരിയസ് ഫോംസ് ഓഫ് ഡിമാൻഡ്സ് ഉണ്ട്. ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു ഡിസിഷൻസ്. ആ ഡിമാൻഡ്സുകളെല്ലാം ഓരോ ഡിസിഷൻസായി കൺവേർട്ട് ചെയ്യും. ഇഫ് ദാറ്റ് ഡിസിഷൻസ് ആർ പോസിറ്റീവ്, എ ഫീഡ്ബാക്ക് വിൽ അറൈസ് ഇൻ ദ ഫോം ഓഫ് സപ്പോർട്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് അഗെയിൻ കെയിം ഇൻ ദ ഫോം ഓഫ് ഡിമാൻഡ്. ദസ് ദ ഗവൺമെൻറ് വർക്ക്സ് ഓൺ കോംപ്രമൈസ് ആൻഡ് കൺസെൻസസ്. അത്തരത്തിൽ ഗവൺമെൻറ് കോംപ്രമൈസ് ചെയ്യുകയും ഒരുമിച്ചൊരു കൺസെൻസസ് ഉണ്ടാക്കുകയും ഇങ്ങനെയാണ് ഗവൺമെൻറ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പം ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റേറ്റിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ഡിമാൻഡ്സ്. നമുക്ക് അൺലിമിറ്റഡ് വാണ്ട്സ് ആണെന്ന് പറഞ്ഞതുപോലെ വി ഹാവ് എ ലോട്ട് ഓഫ് വാണ്ട്സ് ആൻഡ് ദ ഗവൺമെൻറ് ഹാവ് ടു പ്രൊവൈഡ് നെസസറി റിസോഴ്സസ് ഫോർ സാറ്റിസ്ഫൈയിങ് അവർ വണ്ട്സ്. ആ സാറ്റിസ്ഫൈയിങ് ചെയ്യുന്ന ആ റിസോഴ്സിനെ നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിസിഷൻസ്. ദാറ്റ് ഡിസിഷൻസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ഡിസിഷൻസ് ആണെങ്കിൽ അത് നല്ല ഫീഡ്ബാക്കായിട്ട് വരും, ഗവൺമെൻറ്റിനൊരു സപ്പോർട്ടായിട്ട് വരും. നെഗറ്റീവ് ആണെങ്കിൽ എഗെയിൻ എന്തായിട്ട് മാറും? ഒരു ഡിമാൻഡായിട്ട് വീണ്ടും അത് രൂപപ്പെടും. എന്തൊക്കെയാണ്? വേരിയസ് ഫോംസ് ഓഫ് ഡിമാൻഡ്സ്. ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിസിഷൻ. ഡിസിഷൻ ക്യാൻ ബി ടു ടൈപ്സ്: പോസിറ്റീവ് ഡിസിഷൻ, നെഗറ്റീവ് ഡിസിഷൻ. നെഗറ്റീവ് ഡിസിഷൻ
comes in the form of demand. Again, positive decision will come in the form of support. അതാണ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ദ സ്റ്റേറ്റിൽ പറയുന്നത്. ഇതാണ് ആ ഡിമാൻഡ് നേരെ ഡിസിഷനിലേക്ക് എത്തുന്നു. ഡിസിഷനാണ് രണ്ടായിട്ട് തിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ്. വീണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് ഈസ് റൈസ് ഇൻ ദ ഫോം ഓഫ് സപ്പോർട്ട് അല്ലേ, സപ്പോർട്ടായിട്ട് അതിന് SUPPORT സപ്പോർട്ടായിട്ട് രൂപപ്പെടും. നേരെ മറിച്ച് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എഗെയിൻ ഇറ്റ് വിൽ കം ഇൻ ദ ഫോം ഓഫ് ഡിമാൻഡ്. വീണ്ടും അത് ഡിമാൻഡായിട്ട് രൂപപ്പെടും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ്. പലതരം തിയറികൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. അതിൽ നമ്മൾ വലിയ തിയറികളൊന്നും പറയുന്നില്ല. നമ്മുടെ മൊഡ്യൂളിൽ പഠിക്കാനുള്ള തിയറികളൊക്കെ തന്നെ ഇവിടെ ഓർത്ത് എഴുതിയാൽ മതി. ലിബറാലിസം, ഡെമോക്രസി, മാർക്സിസം, ഗാന്ധിസം എക്സെട്ര. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർക്കുക. ലിബറാലിസം, ഡെമോക്രസി, മാർക്സിസം, ഗാന്ധിസം. ഇത്തരം തിയറികൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് വേരിയസ് തിയറീസ് സച്ച് ആസ് ലിബറാലിസം, ഡെമോക്രസി, മാർക്സിസം, ഗാന്ധിസം. പിന്നെയും പഠിക്കുന്നുണ്ട് ഒരുപാട് ബേസിക് കോൺസെപ്റ്റ്. ലോ, എന്താണ് ലോ? നിയമങ്ങൾ. ലിബർട്ടി, ഇറ്റ് മീൻസ് ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇക്വാളിറ്റി, ജസ്റ്റിസ്, റൈറ്റ്സ്, ഇതിനെ പറ്റിയെല്ലാം പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പല തിയറികൾ പഠിക്കുന്നുണ്ട്. തിയറികൾ നമ്മൾ ഡീറ്റെയിൽ ആയി പിന്നീട് പഠിക്കും. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് വേരിയസ് തിയറീസ് സച്ച് ആസ് ലിബറാലിസം, ഡെമോക്രസി, മാർക്സിസം, ഗാന്ധിസം. ഇനി അടുത്ത പോയിന്റ് സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി അബൌട്ട് 3 ഓർഗൻസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് 3 ഓർഗൻസ് ഉണ്ട്: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്താണ്? ലോ മേക്കിംഗ്, നിയമനിർമ്മാണം. എക്സിക്യൂട്ടീവ്, ലോ ഇംപ്ലിമെൻറ്റിംഗ് ഓർഗൻ, നിയമം നടപ്പിൽ വരുത്തുക. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ ലോ ഇൻ്റർപ്രറ്റിംഗ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ്, ലോ കൃത്യമായി നിർവചിക്കുക. അപ്പം ഈ 3 കാര്യങ്ങളുടെ എല്ലാ ഫങ്ഷൻസും അവരുടെ നേച്ചറും എല്ലാം പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഇസ് കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇറ്റ് ഓൾസോ സ്റ്റഡീസ് അബൌട്ട് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ കമ്പയർ ദ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എല്ലാ രാജ്യങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷൻസുകളെ പറ്റി എന്തിൽ പഠിക്കുന്നുണ്ട്? പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എ സെറ്റ് ഓഫ് ലോസ് ഓർ റൂൾസ് ഫോർ ദ ഗവേണൻസ് ഓഫ് എ കൺട്രി. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? എല്ലാ രാജ്യങ്ങളുടെയും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ പറ്റിയും പഠിക്കുന്നുണ്ട്. അതാണ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ ഓർക്കുക, ലോ മേക്കിംഗ്. എക്സിക്യൂട്ടീവ്, ലോ ഇംപ്ലിമെൻറ്റിംഗ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ഇൻ്റർപ്രറ്റിംഗ് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ്. ഇത് 3 പറ്റിയും ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. ഒരു കൺട്രിയിൽ മാത്രമാണോ? ഇറ്റ് സ്റ്റഡീസ് ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വേരിയസ് കൺട്രീസ് ആൻഡ് ഓൾസോ ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് വേരിയസ് കൺട്രീസ്. ഇനി അടുത്തത് സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് നേഷൻസ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേര് ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വി സ്റ്റഡി അബൌട്ട് ഇൻ്റർനാഷണൽ ലോ. ഇൻ്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ ലോ ഗവേണിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് കൺട്രീസ്. 2 രാജ്യങ്ങൾ, 2 അതിലധികമോ രാജ്യങ്ങളിൽ നിയന്ത്രിക്കുന്ന നിയമങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. ഓൾസോ വേരിയസ് ഓർഗനൈസേഷൻസ് കൺസേൺഡ് വിത്ത് ദ മെയിൻ്റനൻസ് ഓഫ് വേൾഡ് പീസ് ആൻഡ് സെക്യൂരിറ്റി. ലോകത്തിൽ സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന പല ഓർഗനൈസേഷൻസുകളെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റഡി അബൌട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് നേഷൻസ്. ഇൻ്റർനാഷണൽ ലോ പഠിക്കുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റി നമ്മളതിൽ പഠിക്കുന്നുണ്ട്. ഇൻ ദാറ്റ് ഇൻ്റർനാഷണൽ റിലേഷൻസ് വി സ്റ്റഡി അബൌട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, റീജിയണൽ ഓർഗനൈസേഷൻസ് ആൻഡ് വേരിയസ് അതർ പ്രോബ്ലംസ്.
ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനെ പറ്റി പഠിക്കുന്നു, റീജിയണൽ ഓർഗനൈസേഷനെ പറ്റി പഠിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പല പല പ്രശ്നങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമ്പിൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ്, അതാണ് UN. ബാക്കിയെല്ലാം റീജിയണൽ ഓർഗനൈസേഷൻസ് ആണ്. സാർക്ക് എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ, സൗത്ത് ഏഷ്യയിലുള്ളതാണ്. ASEAN സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഒരു അസോസിയേഷനാണ്. എല്ലാം രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഒപ്പം വേരിയസ് ട്രീറ്റീസിനെ പറ്റി പഠിക്കുന്നുണ്ട്, പലതരം കരാറുകൾ രാജ്യങ്ങൾക്കിടയിലുള്ളത്. ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്, ആംസ് കൺട്രോൾ, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി, ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം അല്ലേ, എന്താണ് ഇൻക്രീസിങ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. പ്രസൻറ്റ് ജനറേഷനെയും ഫ്യൂച്ചർ ജനറേഷനെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള ഒരു ബേസിക് കോൺസെപ്റ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം എവിടെ പഠിക്കുന്നു? ഇൻ്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പഠിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ് ഡീൽസ് വിത്ത് മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മെയിൻ്റെനൻസ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ലോ. പിന്നെ അതിൽ എന്തൊക്കെ പഠിക്കുന്നുണ്ട്? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, UNO, റീജിയണൽ ഓർഗനൈസേഷൻസിനെ പറ്റി പഠിക്കുന്നു. ഗ്ലോബൽ പ്രോബ്ലംസ്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ് പഠിക്കാം. അതുപോലെ ഒരു ഗ്ലോബൽ പ്രോബ്ലമാണ് ടെററിസം. അത്തരം പ്രോബ്ലംസിനെ പറ്റി, ടെററിസം എന്ന് പറഞ്ഞാൽ ഭീകരവാദം, അത്തരം പ്രോബ്ലംസിനെ പറ്റി എല്ലാം നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സ്കോപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 2 പോയിൻ്റ് കൂടിയുണ്ട്. സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ പാർട്ടീസുകളെ പറ്റി പഠിക്കുന്നുണ്ട്. വേരിയസ് ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ അതിൽ ചിലടത്ത് സിംഗിൾ പാർട്ടിയുണ്ട്, മൾട്ടി പാർട്ടി സിസ്റ്റമുണ്ട്, ബൈ പാർട്ടി സിസ്റ്റമുണ്ട്. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ദേ ഡു നോട്ട് കണ്ടസ്റ്റ് ഇൻ എലക്ഷൻ. എലക്ഷനിൽ മത്സരിക്കാത്ത ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അവർ ഇലക്ഷനിൽ മത്സരിക്കില്ല. ട്രേഡ് യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ ഇവയൊക്കെ ഇലക്ഷനിൽ മത്സരിക്കാറില്ല. ബട്ട് ദേ വർക്ക് ഫോർ എ സ്പെസിഫിക് ഇൻട്രസ്റ്റ്. അവർ ഒരു പ്രത്യേക ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും ഒരു കോമൺ ഇൻട്രസ്റ്റാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എപ്പോഴും ഒരു സ്പെസിഫിക് ഇൻട്രസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്, സ്വന്തമായ താല്പര്യം. When this interest group pressurize the government for achieving this specific interest group, then they are known as pressure group. അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും പ്രഷർ ഗ്രൂപ്പിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്? ഇതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. എങ്ങനെയാണ് പ്രഷർ ഗ്രൂപ്പായിട്ട് മാറുന്നത്? വെൻ ദേ ട്രൈ ടു പ്രഷറൈസ് ദ ഗവൺമെൻറ്. ആരെ പ്രഷറൈസ് ചെയ്യുമ്പോഴാണ്? ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? പ്രഷർ ഗ്രൂപ്പായിട്ട് മാറും. അതും ഒരു ഇമ്പോർട്ടൻറ്റ് സ്കോപ്പാണ്. സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. ഇനി ലാസ്റ്റ് പോയിൻറ്റ്, സ്റ്റഡീസ് എബൌട്ട് പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവറിനെ പറ്റിയും പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പവറിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ ആദ്യമേ പഠിച്ചു. എന്താണ്? പൊളിറ്റിക്കൽ സയൻസ് ഇസ് എ സ്റ്റഡി ഓഫ് ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പൊളിറ്റിക്കൽ പവർ എന്ന് പഠിച്ചു. അതുതന്നെ പവർ ഇസ് എ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. പല ഐഡിയോളജീസ് തമ്മിലുള്ള സ്ട്രഗിൾസ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. പിന്നെ പവറിനെ ബേസ് ചെയ്തുള്ള തിയറി, പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഒരു ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയിലും പവറിൻ്റെ ഡിഫറൻസ്, ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നത് USA ഉള്ള ഒരു ഗവൺമെൻറ്റിനെ റൂൾ ചെയ്യുന്ന ഒരു തിയറിയാണ് സെപ്പറേഷൻ ഓഫ് പവർ തിയറി. പൊളിറ്റിക്കൽ പവറിന് ഒരു എക്സാമ്പിളായിട്ട് പറയാം. സെപ്പറേഷൻ ഓഫ് പവർ തിയറി എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഇൻ USA. ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് അല്ല.
ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും റിലേറ്റഡ് ആണ്, ജുഡീഷ്യറി മാത്രമേ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ഉള്ളൂ. അപ്പം പവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അപ്പം പൊളിറ്റിക്കൽ പവറിൻ്റെ ഷേപ്പിങ്ങും ഷെയറിങ്ങും എല്ലാം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. പവറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പവർ ഏതൊക്കെ ഗ്രൂപ്പിൽ നിൽക്കുന്നു, വേരിയസ് തിയറീസ് റിഗാർഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, ഇതെല്ലാം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്കോപ്പായിട്ട് ഉള്ളത്. ഫസ്റ്റ് വൺ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, സെക്കൻഡ് വൺ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ സ്റ്റേറ്റ്, തേർഡ് വൺ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ തിയറീസ്, നെക്സ്റ്റ് വൺ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, study of international relations, study of political parties and related organizations, and finally studies about political power. ഇത്രയാകുമ്പോൾ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് കംപ്ലീറ്റ് ആയി.